मेरे प्यारे बच्चों साइलम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में आप सबका स्वागत करता हूं बच्चों आप ठीक है ना എല്ലാ മക്കളും പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് എങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഉത്തരം എഴുതാം എന്നുള്ളതാണ് മാഷി വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ റെഡി അല്ലേ അച്ഛാ ബച്ചോ देखिए യെസ് ഡയറി ഒരു ഡയറി നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന പരീക്ഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എളുപ്പത്തിൽ എഴുതാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് റെഡി അല്ലേ മക്കളെ യെസ് ഡയറി എഴുതുമ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കള്ളിയൊക്കെ വരച്ച് നല്ല അടിപൊളിയായിട്ട് കള്ളി വരച്ച് സെറ്റ് ആവുക ഓക്കെ റെഡി അല്ലേ എന്നിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യും ഡേറ്റും അതേപോലെ ദിവസവും കൊടുക്കുന്നു ഒരു ഡയറി എഴുതുമ്പോൾ ഇപ്പൊ നമ്മൾ ഇന്ന് നടന്ന ദിവസത്തേതാണ് എഴുതുന്നതെങ്കിൽ ഇന്ന് രാത്രി എന്ത് ചെയ്യും നമ്മൾ ഇന്നത്തെ ഡേറ്റ് എഴുതും അല്ലേ ഉദാഹരണമായിട്ട് മാഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 1/4/2024 രവിവാർ അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ നമ്മൾ ഡേറ്റും അതേപോലെ ദിവസവും നമ്മൾ നൽകി ഇനി നമ്മൾ ഡയറി എഴുതുമ്പോൾ ഏത് ഡയറി എഴുതുമ്പോൾ ഒന്നെങ്കിൽ ആ ദിവസം സന്തോഷത്തിൻ്റെതായിരിക്കും അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെതായിരിക്കും ക്ലിയർ അല്ലേ അപ്പൊ സന്തോഷത്തിൻ്റെതാണെങ്കിൽ ആജ് കാ ദിൻ ഖുശി കാ ദിൻ ഥാ അല്ലേ ഇനി നിങ്ങൾക്ക് ദുഃഖമാണെങ്കിൽ മാഷി ഓർ എന്നിട്ടിട്ട് ദുഃഖ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആജ് കാ ദിൻ ദുഃഖ് കാ ദിൻ ഥാ ഇന്നത്തെ ദിവസം എനിക്ക് ദുഃഖത്തിന്റെ ദിവസമായിരുന്നു ഇനി സന്തോഷത്തിൻ്റെതാണെങ്കിൽ ആജ് കാ ദിൻ ഖുശി കാ ദിൻ ഥാ അല്ലേ ക്ലിയർ അല്ല മക്കളെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ അല്ലേ ഖുശി മാഷി ഇവിടെ എഴുതുന്നുണ്ട് അല്ലേ സന്തോഷം അല്ലേ സന്തോഷം അല്ലേ അതേപോലെ ഖുശി പറഞ്ഞാൽ ദുഃഖം അല്ലേ അപ്പൊ രണ്ടാണെങ്കിലും അപ്പൊ സന്തോഷമാണെങ്കിൽ എങ്ങനെ എഴുതും എന്നുള്ളതും എന്റെ മക്കൾ ശ്രദ്ധിച്ചോളൂ എന്താണ് ആജ് കാ ദിൻ ഖുശി കാ ദിൻ ഥാ ഇനി ദുഃഖമാണെങ്കിലോ മക്കളെ ആജ് കാ ദിൻ ദുഃഖ് കാ ദിൻ ഥാ ക്ലിയർ ആണോ അപ്പൊ ആദ്യത്തെ നമ്മൾ ഏത് ഡയറി ചോദിച്ചാൽ ആദ്യം നമ്മൾ എഴുതുന്നത് നമ്മൾ സെറ്റ് ആക്കിയോ ക്ലിയർ ആക്കിയോ യെസ് ഇനി മാഷ് ഇവിടെ കുറെ ഡാഷ് ഇട്ടിട്ടുണ്ട് ഇത് നിങ്ങളുടെ ചോദ്യത്തിൽ ഉണ്ടായിരിക്കും എന്താണോ നിങ്ങൾ എഴുതേണ്ടത് എന്തുമായി ബന്ധപ്പെട്ടതാണോ അത് അതേപോലെ എന്റെ മക്കളെ എന്താ ചെയ്താൽ മതി സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചാൽ മതി മനസ്സിലായോ ക്ലിയർ ആയോ യെസ് നിങ്ങളുടെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണോ ആ ചോദ്യ പേപ്പറിൽ തന്നിട്ടുള്ളത് ആ സബ്ജക്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു ഈ ഡാഷ് ഇട്ട സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എഴുതി വെക്കുന്നു ക്ലിയർ ആയോ പിന്നെ അവസാനമായിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യണം ആജ് കാ ദിൻ മുझे കബി നഹീ ഭൂൽ സക്താ ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല മറക്കാൻ കഴിയില്ല അല്ലെ ഡയറി സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ആകുമ്പോൾ എന്താണ് മക്കളെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരിക്കും അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അത് അവസാനിപ്പിക്കണം ആജ് കാ ദിൻ മുझे കബി നഹീ ഭൂൽ സക്താ ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു അവസാനിപ്പിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ട് ഡയറിയുടെ മുഴുവൻ മാർക്കും എങ്ങനെ ലളിതമായി നേടാം എന്നുള്ളതാണ് മാഷ് എന്ത് ചെയ്തത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ അടുത്ത പരീക്ഷയിൽ നാളത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഉപകാരപ്രദത്തിൽ ലളിതമായി എങ്ങനെ ഡയറി തയ്യാറാക്കാം എന്നുള്ളതാണ് മാഷ് ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം സിമ്പിൾ ആയിട്ട് ഡയറി എന്നുള്ളത് എന്റെ മക്കൾക്ക് മനസ്സിലായോ യെസ് റെഡി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അല്ല മക്കളെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് അയച്ചു കൊടുത്തിട്ട് അവർക്കും ഉപകാരപ്രദമാകട്ടെ അവർക്കും ഇത് ഡയറിയുടെ മാർക്ക് നേടാൻ കഴിയട്ടെ അല്ലേ ഓക്കെ റെഡി അല്ലേ മക്കളെ അപ്പൊ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക എല്ലാ മക്കൾക്കും നന്ദി സബ്കാ ബഹുത് ബഹുത് ശുക്രിയ ബൈ